ആരാധിച്ചിടുവാനായി അങ്ങേ സന്നിധി തന്നിൽ ചേരുന്നു, പാടുന്നു, നാമം വാഴ്ത്തുന്നു. ആരാധിച്ചിടുവാനായി അങ്ങേ സന്നിധി തന്നിൽ ചേരുന്നു, പാടുന്നു, നാമം വാഴ്ത്തുന്നു. മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. യേശയ്യാ കണ്ട കനലേ, ഏലിയാ നേടിയ കനിവേ, യേശയ്യാ കണ്ട കനലേ, ഏലിയാ നേടിയ കനിവേ, മണ്ണിലും വിണ്ണിലും അങ്ങേ വാഴ്ത്തുന്നു. മണ്ണിലും വിണ്ണിലും അങ്ങേ വാഴ്ത്തുന്നു. സ്നേഹമുള്ള മകനെ, മകളെ, എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മെ സൃഷ്ടിച്ച് ഇന്നും കാത്തു പരിപാലിക്കുന്ന, ഇന്ന് നമ്മെ ഉണർത്തിയ തമ്പുരാൻ്റെ മുൻപിൽ നമ്മളായിരിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളെ എത്രയധികം സ്നേഹിക്കുന്നതിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, തൻ്റെ ഏകൈക കുമാരനെ ഈ ലോകത്തിൽ ഉള്ള എനിക്കും നിങ്ങൾക്കും നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇന്നും അത്രയധികമായി സ്നേഹിക്കുന്നു. സ്നേഹമെന്ന വാക്കിൻ്റെ അർത്ഥമാണ് ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യം എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹമാണ് മക്കളെ. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒന്നായി നമ്മൾ ചേരുവാൻ വേണ്ടിയിട്ടാണ്. ദൈവമാകുന്ന കടലിൽ നമ്മൾ ഒന്നായി ചേർന്ന് ഒരു ജലത്തുള്ളി പോലെ ഒന്നായി ചേരുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ദിവ്യകാരുണ്യമായി നമ്മുടെ ഇടയിൽ ഇതാ അവതരിച്ചിരിക്കുന്നത്. ഒന്ന് കരങ്ങൾ കൂപ്പാമോ? മാലാഖമാരെ അവിടുത്തെ ആരാധിച്ചു. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്: എവിടെയെല്ലാം ദിവ്യകാരുണ്യ ഭക്തിയുണ്ടോ അവിടെയെല്ലാം സ്വർഗം തുറക്കപ്പെടുന്നുണ്ട്, അവിടെയെല്ലാം ദേവദൂത ഗണം വരുന്നുണ്ട്, അവിടെയെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം വർഷിക്കപ്പെടുന്നുണ്ട്. ഈ ആരാധനയിൽ, ഈ ശുശ്രൂഷയിൽ ആരെല്ലാം ദൈവഭക്തിയോടെ പങ്കെടുക്കുന്നുണ്ടോ ആ ഭവനങ്ങൾ, ആ വ്യക്തികൾ, അവർ ആയിരിക്കുന്ന മേഖലകൾ മുഴുവനും അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ വാക്കുകളോട് ചേർത്ത് വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങൾ കൂപ്പി മാലാഖമാർ ഒപ്പം ചേർന്ന്, ദൈവദൂത ഗണത്തോടൊപ്പം ചേർന്ന്, ഇവിടെ ഇതാ ദിവ്യകാരുണ്യത്തിനരികെ പരിശുദ്ധ അമ്മയുണ്ട് കേട്ടോ, വിശുദ്ധ ഔസേപ്പ് പിതാവുണ്ട്, നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധന്മാരുണ്ട്, വിശുദ്ധകളുണ്ട്, രക്തസാക്ഷികളുടെ ഗണമുണ്ട്. എന്തെന്നാൽ ദൈവപുത്രൻ എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ ദേവദൂത ഗണവും സ്വർഗമുണ്ട്. ഇതാ ഈ സ്വർഗത്തിന് മുൻപിൽ ഒന്ന് കരങ്ങൾ കൂപ്പി ഒന്നുകൂടെ നമുക്കൊന്ന് ആരാധിക്കാം. മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് മാലാഖമാരോട് ചേർന്നിന്നു
സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. കരങ്ങളൊന്ന് ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ അങ്ങയുടെ മക്കൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ അങ്ങയുടെ മക്കൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്വർഗദൂതഗണത്തോടും മാലാഖമാരോടും ചേർന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദിവ്യകാരുണ്യമേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. മാലാഖമാരോടു ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന് തിരു മുൻപിൽ ഭയഭക്തിയോടെ നമുക്കായിരിക്കാം ഈ നിമിഷം. സ്നേഹമുള്ള മകനെ, മകളെ, എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. എഫെസസ് 6:19 അഭിഷേകം. ഞാൻ വാതുറക്കുമ്പോൾ വചനം ലഭിക്കുവാനും സുവിശേഷത്തിൻ്റെ പൊരുളുകൾ സധൈര്യം പ്രഘോഷിക്കുവാനും ആത്മാവിൻ്റെ പ്രചോദനത്തിനനുസരിച്ച് ഈ ശുശ്രൂഷ നടത്തുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി എനിക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഔസ്യപിതാവിൻ്റെ കരങ്ങളിലൂടെ ദൈവമേ, ഈ ശുശ്രൂഷയിൽ വിവിധ ഇടങ്ങളിലായി പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും ദിവ്യകാരുണ്യനാഥ അങ്ങയുടെ കാൽ കീഴിൽ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മൾ ഇന്നലെ ധ്യാനിച്ചത് ഒരു വലിയ സത്യത്തെക്കുറിച്ചാണ്. എപ്പോഴാണ് ഒരാൾക്ക് മരണഭയം ഉണ്ടാകുന്നത്? ദൈവസ്നേഹത്തിൽ നിന്ന് അകലുമ്പോഴാണ് ഒരാൾക്ക് മരണഭയം ഉണ്ടാകുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. വളരെ സുപ്രധാനമായൊരു വിഷയമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ മനസ്സിലെല്ലാവർക്കുമുള്ളൊരു ചിന്തയാണ്, എന്താണ് നല്ല മരണം? നല്ല മരണത്തിന് എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്? നമുക്കറിയാമല്ലോ, മരണം ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കത് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. മരണത്തെക്കുറിച്ച് എഴുതിയവർ, വായിച്ചവർ, കവിത രചിച്ചിട്ടുള്ളവർ പലരും ഈ ഭൂമി വിട്ടുപോയി. ഇന്ന് ഈ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും ഒരു നാൾ ഈ ലോകം വിട്ട് പോകേണ്ടവരാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയാണ്. നമുക്കറിയാമല്ലോ, ഈ ലോക ജീവിതം എന്ന് പറയുന്നത്
മഴ പെയ്യുമ്പോൾ കയറി നിൽക്കുന്ന ഒരു ഇടം പോലെയാണ്. മഴ മാറുമ്പോൾ ആ തണലിൽ നിന്ന്, മരത്തണലിൽ നിന്ന് യാത്രക്കാർ പോകുന്നത് പോലെ നമ്മൾ പോകണം. നമ്മൾ യാത്ര ചെയ്യേണ്ടവരാണ്. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും തൻ്റെ അപ്പനും അമ്മയും കൊണ്ടുപോയി സ്കൂളിലാക്കുന്നത് പോലെ മരണമെന്ന യാഥാർത്ഥ്യം നമുക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് അംഗീകരിച്ചേ മതിയാകൂ. എത്രയോ മൃതസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. ജാതി മത ഭേദമന്യേ മരണപ്പെട്ട വ്യക്തികളുടെ കുടുംബങ്ങളിൽ നമ്മൾ പ്രവേശിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളവരല്ലേ. സ്നേഹമുള്ളവരെ, മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, എന്താണ് നല്ല മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഈ മരണത്തിൻ്റെ ഭീതി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇന്നലെ പറഞ്ഞ ആ വചനത്തോട് ചേർത്ത് വെച്ച് ധ്യാനിക്കുകയാണ്. ദൈവസ്നേഹത്താൽ നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ആദ്യം അന്തം നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ നിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ ദൈവസ്നേഹം അത് നിറഞ്ഞു കഴിയുമ്പോൾ മരണഭയം നമ്മളിന്ന് വിട്ടുമാറും. മരിച്ചവർക്ക് വേണ്ടിയിട്ടൊക്കെ കണ്ണീരൊഴുക്കുന്നവരാണ് നമ്മൾ. ചില വ്യക്തികളുടെ മരണം ചിലപ്പോൾ കൊച്ചുകുട്ടികളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും സ്നേഹിച്ചൊരു വ്യക്തിയുടെ മരണമായിരിക്കാം. ചിലപ്പോൾ അകാലത്തിൽ മരണപ്പെട്ടു, അല്ലെങ്കിൽ അപകടത്തിൽ മരണപ്പെട്ടു, ദൈവമേ ഒരുക്കമില്ലാതെ മരിച്ചു എന്നൊക്കെയുള്ള ഈ ഒരു മാനസിക വ്യതകളൊക്കെ നമ്മൾ അലട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, സ്നേഹമുള്ള ദൈവമക്കളെ, ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ആദ്യം പങ്കെടുക്കുക. ഈ വചന ശുശ്രൂഷയിൽ അതിനൊക്കെയുള്ള ഉത്തരം ദൈവം നമുക്ക് നൽകുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. എങ്ങനെ നല്ല മരണത്തിന് ഒരുങ്ങാം? എന്താണ് നല്ല മരണം? സ്നേഹമുള്ള ദൈവമക്കളെ, എന്താണ് നല്ല മരണം എന്ന് ചോദിക്കുന്നത് നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം കൂടെ ചോദിക്കണം. നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ മരണം നല്ല മരണമായിരുന്നോ അല്ലയോ? നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ മരണം നല്ല മരണമായിരുന്നുവോ അല്ലയോ? ക്രിസ്തുവിനോടൊപ്പം കുരിശിൽ തൂങ്ങപ്പെട്ട കള്ളന്മാരുടെ മരണം നല്ല മരണമായിരുന്നുവോ അല്ലയോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിലൂടെ മാത്രമേ എന്താണ് നല്ല മരണമെന്ന് ഉത്തരം നമുക്ക്, കത്തോലിക്കനായ നമുക്ക്, ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാമല്ലോ സ്നേഹമുള്ള ദൈവമക്കളെ, യൂതന്മാരുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും മൃഗീയമായ, ദാരുണമായ ഒരു കൊലപാതകമായിരുന്നു കർത്താവ് ഈശോ മിശിഹായുടെയും രണ്ട് കള്ളന്മാരുടെയും അന്ത്യം. ഒരു സാധാരണ സംഭവിക്കുന്ന ഒരു മരണമല്ലായിരുന്നു അത്. ഒരു രാജ്യദ്രോഹ കുറ്റത്തിന് ഈശോ മിശിഹ പിടിക്കപ്പെട്ട് ഒരു മൃഗത്തെ കൊല്ലുന്നത് പോലെ എത്രമാത്രം പീഡകൾ ഏൽപ്പിക്കപ്പെട്ട് കൊല്ലാമോ അത്രമാത്രം ദാരുണമായ പീഡകൾ കൊടുത്തുകൊണ്ടാണ് അവർ ഈശോയെ കൊന്നത്. ചിലപ്പോഴൊക്കെ കൊച്ചുകുട്ടികൾ ഈ പ്രാണികളെയും നായ്ക്കളെയും ഒക്കെ കല്ലെറിഞ്ഞു കൊല്ലില്ലേ, അതുപോലെ അത്രമാത്രം ഒരു ദാരുണമായ അന്ത്യമാണ് യഹൂദ കാഴ്ചപ്പാടിൽ 3 ആണുകളിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് മരിക്കാനൊരു കിടപ്പിടം പോലുമില്ലാതെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ കഴുകന്മാർ കണ്ണു കൊത്തിപ്പറിക്കുവാൻ വിട്ടുകൊടുത്തുകൊണ്ട്, കഴുകന്മാർക്ക് വന്ന് മാംസം കൊത്തിപ്പറിക്കുവാൻ വിട്ടുകൊടുത്തുകൊണ്ട് യഹൂദരുടെ കാഴ്ചപ്പാടിൽ അന്ന് വരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും മൃഗീയമായ മരണമായിരുന്നു ക്രിസ്തുവിൻ്റെ മരണം. യോസേഫൂസ് എന്ന ഹിസ്റ്റോറിയൻ, ചരിത്രകാരൻ പ്രകാരം പറയുന്നുണ്ട്, ലൂക്കാ സുവിശേഷകൻ്റെ ആ വിവരണം ഈശോ, നമുക്കറിയാമല്ലോ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ബാലനായ യേശു ദേവാലയത്തിൽ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ജെറുസലേം ദേവാലയത്തിൽ പെസഹ ആഘോഷിക്കാനൊക്കെ പോകുമ്പം ഇതുപോലെ കുരിശിൽ തൂങ്ങപ്പെട്ട ദേഹങ്ങൾ, വ്യക്തികൾ ഈശോ കണ്ടിട്ടുണ്ടത്രേ. അതുകൊണ്ടാണ് ഈശോയുടെ ആ ഒരു വേദന, മരണത്തോടടുക്കുമ്പോഴുള്ള വേദനയൊക്കെ സുവിശേഷം ചിത്രീകരിക്കുന്നത് ഈ വരാൻ പോകുന്ന മരണം ഒരു ദാരുണമായ അന്ത്യമാണ്, ഇതിലേക്ക് ഞാൻ എങ്ങനെ നടന്നെടുക്കുമെന്നുള്ളൊരു വ്യഥ ഈശോയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്ന പ്രകാരമാണ് സ്നേഹമുള്ള ദൈവമക്കളെ, കർത്താവ് ഈശോ മിശിഹായുടെ വചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രകാരമാണ്. ഈശോയുടെ മരണം യൂതന്മാരുടെ കാഴ്ചപ്പാടിൽ അത് ദാരുണമായ അന്ത്യമായിരുന്നു, ക്രൂരമായ മരണമായിരുന്നു, ഒരിക്കലും നല്ല മരണമല്ലായിരുന്നു. അതുപോലെ തന്നെ ആ കള്ളന്മാരുടെ മരണവും നല്ല മരണമല്ലായിരുന്നു. പക്ഷേ കർത്താവ് ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്ന നമുക്ക് അറിയാമല്ലോ, അവിടുത്തെ പുത്രൻ്റെ യേശുവിൻ്റെ തിരുരക്തത്താൽ നമുക്ക് രക്ഷ
കർത്താവ് കുരിശിൽ മരിക്കണമെന്നുള്ളത് ദൈവഹിതമായിരുന്നു. അവൻ്റെ കുരിശ് മരണം രക്ഷാകരമായിരുന്നു. അത് നല്ല മരണമായിരുന്നു കത്തോലിക്കർക്ക്. അപ്പോൾ ക്രിസ്തു വിശ്വാസികൾക്ക് ക്രിസ്തുവിൻ്റെ മരണം നല്ല മരണമാകുന്നത് ക്രിസ്തു നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മരിച്ചു എന്നുള്ള കാരണം കൊണ്ട് മാത്രമല്ല, അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. എന്താണ് ആ കാരണം? സ്നേഹമുള്ള ദൈവമക്കളെ, ഒരു മരണം നല്ല മരണമാകണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് മരണത്തിന് വേണ്ടി ആ വ്യക്തി ഒരുങ്ങണം. ആൻഡ് ജീസസ് പ്രിപ്പയർഡ് ഫോർ ഹിസ് ഡെത്ത്. കർത്താവ് തൻ്റെ കുരിശുമരണത്തിനു വേണ്ടി നന്നായി ഒരുങ്ങിയിരുന്നു. ഇത് നമുക്ക് എങ്ങനെ സുവിശേഷം നമുക്ക് ധ്യാനിക്കുവാനായിട്ട് സാധിക്കും? ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുമെന്ന് ക്രിസ്തുവിന് അറിയാമായിരുന്നുവോ? തീർച്ചയായിട്ടും അറിയാമായിരുന്നു. ഈ അറിവ് ഉള്ളപ്പോൾ ക്രിസ്തു അതിനുവേണ്ടി എങ്ങനെയാണ് ഒരുങ്ങിയത്? നമുക്ക് സുവിശേഷത്തിൽ നിന്ന് 2 അടരുകൾ നമ്മൾ എടുക്കുകയാണ് ധ്യാനിക്കുവാനായിട്ട് നമ്മുടെ ഈ ചിന്ത മുൻപോട്ട് പോകുമ്പോൾ. എന്തെന്നാൽ ഈ ചോദ്യം യുക്തിസഹമായ ചോദ്യമാണ്. ഇതിന് ഉത്തരം നമ്മുടെ മനസ്സിൽ പതിഞ്ഞാലേ നമുക്കും നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ സാധിക്കുകയുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം, ബൈബിളുള്ളവരോ ഒന്ന് എടുത്ത് ധ്യാനിക്കുന്നത് നല്ലതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം തുടങ്ങുന്നത് പ്രകാരമാണ്: ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. അപ്പോൾ ഈശോ മരിക്കുന്ന കൊലപാതകികളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന ആ സമയം, ആ വർഷത്തെ പെസഹ തിരുനാളിന് മുമ്പ് തൻ്റെ സമയമായി. നമുക്കറിയാമല്ലോ, യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മ ഈശോയോട് വന്ന് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല, വെള്ളം വീഞ്ഞാക്കുക എന്ന് പറയുമ്പോൾ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ഈശോയെ ക്ഷണിക്കുമ്പോൾ ഈശോ പറയുന്ന ഒരു വചനമുണ്ട്, സമയമായിട്ടില്ല. പക്ഷെ ഇവിടെ ഈശോ പറയുന്നു, യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ, ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനായി സമയമായി. ദിസ് ഈസ് ദ ടൈം. മരിക്കുവാനുള്ള, ഈ ബലിയായി അർപ്പിക്കുവാനുള്ള സമയമായി എന്ന് ഈശോ അറിഞ്ഞപ്പോൾ ഈശോ ചെയ്ത ഒന്നാമത്തെ പ്രിപ്പറേഷൻ, ഒന്നാമത്തെ ഒരുക്കമെന്ന് പറയുന്നത്, ഈശോ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം, താൻ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന വ്യക്തികളോടൊപ്പം അത്താഴം കഴിക്കുവാൻ തീരുമാനിച്ചു. അത്താഴം കഴിക്കുവാൻ, ഭക്ഷണം കഴിക്കുവാൻ, കുർബാന സ്ഥാപിക്കുവാൻ ഈശോ തീരുമാനിച്ചു. സ്നേഹമുള്ള ദൈവമക്കളെ, ഈ വചനം ശ്രവിക്കുന്നവരെ, നിങ്ങൾ കുടുംബത്തിലിരുന്ന് അപ്പൻ, അമ്മ, മക്കൾ എല്ലാവരും ഇരുന്ന് ഓരോ ദിവസവും കഴിക്കുന്ന, ആ സ്നേഹത്തോടെ കഴിക്കുന്ന, കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം കഴിക്കുന്ന ആ ഭക്ഷണമുണ്ടല്ലോ, അത് നല്ല മരണത്തിനുള്ള ഒരു ഒരുക്കമാണ്. ഇത് പഠിപ്പിച്ചതാരാ? ഈശോയാണ്. സമയമായെന്നറിയുമ്പോൾ, പ്രത്യേകിച്ച് കുടുംബത്തിൽ മരണം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, അതല്ലാന്നുണ്ടെങ്കിൽ രോഗശൈലിയായിട്ടുള്ളവരൊക്കെ, സ്നേഹമുള്ള ദൈവമക്കളെ, അവർക്ക് ഒറ്റയ്ക്കൊന്നും ഭക്ഷണം കൊടുക്കാതെ വല്ലപ്പോഴുമൊക്കെ അവരോടൊപ്പമായിരുന്നു ഭക്ഷണം കഴിക്കുവാനായിട്ട് സാധിക്കണം. അതൊരു കുർബാനയർപ്പണമാണ്. അപ്പനും അമ്മയൊക്കെ സന്ധ്യയ്ക്ക് ഒരുമിച്ച് വീട്ടിലിരുന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുക. ഈശോ ചെയ്ത ഒന്നാമത്തെ ഒരുക്കം അതാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ശിഷ്യന്മാരെ പിന്നീട് ഒരുക്കുകയാണ്. അതായത് നമുക്കറിയാമല്ലോ, ചില കാരണവന്മാർ പ്രായമാകുമ്പോൾ അവർ മക്കളെ കൂടെ മരണത്തിന് വേണ്ടി ഒരുക്കും. തൻ്റെ മരണത്തിന് വേണ്ടി മക്കളെ ഒരുക്കും. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് മക്കളെ ഒരുക്കും. അങ്ങനെ ഒരു അപ്പൻ്റെ പ്രവൃത്തിയാണ് ഈശോ ചെയ്യുന്നത്. ശിഷ്യന്മാരെല്ലാവരെയും വിളിച്ച് പറഞ്ഞാണ്, ഇത് എൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, നിങ്ങളോട് കൂടെ ഞാൻ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് ഈശോ കുർബാന സ്ഥാപിക്കുന്നു. യുഗാന്ത്യം വരെ നമ്മളോട് കൂടെ വസിക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാന വചനത്തിൽ പറയുന്നുണ്ടല്ലോ. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ആ കൂടെയുള്ള വാഗ്ദാനം ചെയ്ത് ഈശോയാണ് ഈ ദിവ്യകാരണത്തിൽ. ഈശോ തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാൻ സമയമായെന്ന് പറഞ്ഞപ്പോൾ ആദ്യം സ്ഥാപിച്ചത് പരിശുദ്ധ കുർബാനയാണ്. ഒരുമിച്ചുള്ള അത്താഴം, ഒരുമിച്ചുള്ള ഭക്ഷണം. സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സ്നേഹിതരോടൊപ്പം, നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം, നമ്മുടെ അപ്പനും അമ്മയോടൊപ്പം, ജീവിത പങ്കാളിയോടൊപ്പം, മക്കളോടൊപ്പം ഒരുമിച്ച് ഭക്ഷിക്കുവാനുള്ള ഒരവസരവും പാഴാക്കി കളയരുതേ. അത് നല്ല മരണത്തിനുള്ള ഒരുക്കമാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ തുടർന്നുള്ള അധ്യായങ്ങളിൽ, 13-ാം അധ്യായത്തിലാണ് ഈശോ കുർബാന സ്ഥാപിക്കുന്നത്. തുടർന്നുള്ള അധ്യായങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. 14-ാം അധ്യായത്തിൽ ഈശോ പറയുകയാണ്, ഞാനാണ് വഴി, ഈ വഴി, സത്യം, ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും
പിതാവിൻ്റെ അരികിലേക്ക് പോവുകയില്ല. നിങ്ങൾ അസ്വസ്ഥരാകപ്പെടേണ്ട, പരിശുദ്ധാത്മാവ് സഹായകൻ നിങ്ങളുടെ മേൽ വരുമെന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുന്നു. 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്, എന്നോട് ചേർന്ന് നിൽക്കാനായിട്ട് ഈശോ പഠിപ്പിക്കുന്നു. ഇനി 16-ാമത്തെ അധ്യായത്തിൽ ഈശോ പറയുകയാണ്, ആ 15-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ലോകം നിങ്ങളെ വെറുക്കും, ഈ ലോകം ശാശ്വതമല്ല എന്ന് പഠിപ്പിക്കുകയാണ്. ഈ ലോകം ശാശ്വതമല്ല, ശാശ്വതമായത് എൻ്റെ സ്നേഹമാണ്, നശ്വരതയാണ്, ഈ ലോകമല്ല എന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഈശോ പഠിപ്പിക്കുന്നു 16-ാമത്തെ അധ്യായത്തിൽ, ഞാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദുഃഖമുണ്ടാകും. നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ നമുക്ക് ദുഃഖമില്ലേ? ദുഃഖമില്ലേ? തീർച്ചയായിട്ടും. ജീവിത പങ്കാളി മരിക്കുമ്പോൾ ദുഃഖമില്ലേ? അപ്പൻ മരിക്കുമ്പോൾ, മകൻ മരിക്കുമ്പോൾ, മകൾ മരിക്കുമ്പോഴൊക്കെ ദുഃഖമില്ലേ? എന്നിട്ട് ഈശോ പറയുന്ന പ്രകാരമാണ്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. എപ്പോഴാണ് ദുഃഖം സന്തോഷമായി മാറുന്നത്? ഈ വ്യക്തി മരണപ്പെട്ട് പോയിരിക്കുന്നത് ദൈവസന്നിധിയിലേക്കാണ്. ആണ് ഈശോ പറയണേ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, നിങ്ങൾക്ക് മുൻപേ ഞാൻ ആ വാസസ്ഥലം തയ്യാറാക്കുവാനാണ് പോകുന്നത്, ഒരുക്കുവാനാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ഈശോ അവരെ ധൈര്യപ്പെടുത്തുന്നു. നമ്മൾ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തണം. മരണക്കിടക്കയിലുള്ളവരൊക്കെ നമ്മൾ അവരെ ധൈര്യപ്പെടുത്തണം, അവർക്ക് സമാശ്വാസം നൽകണം, അവർക്ക് ധൈര്യം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം, സ്നേഹമുള്ള ദൈവമക്കളെ. ഇനി ഈശോ പിന്നീട് ചെയ്യുന്നത് എന്നതാ? ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്രയും മനോഹരമാണ്. പിതാവേ, നമ്മളൊന്നായിരിക്കുന്നത് പോലെ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരെല്ലാവരും ഒന്നാകുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മൾ പരസ്പരമുള്ള പ്രാർത്ഥന, പ്രത്യേകിച്ച് പ്രായാധിക്യം മുഖേന വീട്ടിൽ കഴിയുന്നവർ, വയോവൃദ്ധർ, വിദൂരത്ത് ജീവിത പങ്കാളിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ വിദൂരത്ത് ജോലി ചെയ്യുന്നവർ, എന്നും കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു നോക്കിയേ. അത് നല്ല മരണത്തിനുള്ള ഒരു ഒരുക്കമാണെന്ന് ഈശോ പഠിപ്പിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോ ശിശുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കും 18-ാം അധ്യായത്തിൽ ഈശോയെ ബന്ധനസ്ഥനാക്കുന്നു. പിന്നീട് അങ്ങോട്ട് പീഡാസഹനത്തിൻ്റെ യാഗ തുടങ്ങുകയാണ്. ആ ഒരു യാഗയാത്ര ആരംഭിക്കുകയാണ്. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈശോ കുരിശിൽ കൊല്ലപ്പെടുന്ന രംഗം നമ്മൾ ധ്യാനിക്കുന്നു. അപ്പോൾ ഈശോ ഒരുങ്ങി എന്നുള്ളതിൻ്റെ യോഹന്നാൻ സുവിശേഷകൻ്റെ വിവരണമാണ് നമ്മൾ കേട്ടത്. ഇനി സമാന സുവിശേഷന്മാരിലേക്ക് വരുമ്പോൾ, സമാന സുവിശേഷന്മാർ ആരാണ് നമുക്കറിയാമല്ലോ? മത്തായി, മർക്കോസ്, ലൂക്ക. ഈ സുവിശേഷന്മാരിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഈശോ കടന്നു പോകുന്ന ഒരു മനോവ്യഥ. ഇത് വളരെ അർത്ഥവത്തായ ഒരു ഭാഗമാണ്, സ്നേഹമുള്ള ദൈവമക്കളെ. നമ്മുടെ ജീവിതവുമായിട്ട് കോർത്തിണങ്ങി മനുഷ്യനായ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ കടന്നുപോയ സാഹചര്യങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നത്. വചനം പറയുന്ന പ്രകാരമാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 39 മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം വായിക്കാൻ നമുക്ക്. പതിവ് പോലെ ഒലിവ് മലയിലേക്ക് അവൻ പോയി, ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. ഈശോ പ്രാർത്ഥിക്കുക. മരണം ദുഃഖകരമല്ലേ? വേദനാജനകമല്ലേ? ഈ ഒരു ആത്മസംഘർഷത്തിലൂടെ ഈശോ കടന്നുപോയിട്ടുണ്ട്. ഈ സമയത്താണ് അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികളായി നിലത്ത് വീണു എന്ന് പറയണത്. എന്തുമാത്രം ആത്മീയമായ സംഘർഷമാണ്. ഒരുപക്ഷെ ഇന്ന് രോഗാവസ്ഥയിൽ കഴിയുന്നവർ ഈ രോഗം എന്നെ മരണത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ ഒരു ആത്മീയമായ സംഘർഷത്തിലൂടെ കടന്നു പോവുകയാണ്. കടന്നു പോകുന്ന വ്യക്തികളും ഒരുപക്ഷെ എങ്ങനെ പ്രാർത്ഥിക്കും? ഈശോയെ, എനിക്ക് സുഖമാകണമെന്നാണ് ആഗ്രഹം, എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ മക്കളോടൊപ്പം ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹം, എനിക്ക് എൻ്റെ അപ്പനെ കാണണമെന്ന് ആഗ്രഹം, എൻ്റെ ജീവിത പങ്കാളിയെ കാണണമെന്ന് ആഗ്രഹം, എൻ്റെ മകനെ കാണണമെന്ന് ആഗ്രഹം എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഞാൻ ഇപ്പോഴും ഒരുങ്ങിയിട്ടില്ല എന്ന് ദൈവപിതാവെന്ന് ഈശോ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപുറമുണ്ട് പ്രിയമുള്ളവരെ. എങ്കിലും എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ പരിശുദ്ധ അമ്മ ഇപ്രകാരം പറയുന്നുണ്ട്, എങ്കിലും എൻ്റെ ഹിതമില്ല, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം നിറവേറട്ടെ. ഇതേ വചനം തന്നെയാണ് ഈശോ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ ദൈവപിതാവിനോട് പറയുക, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ച അതേ ഈശോ പറയുകയാണ്, എൻ്റെ ഹിതമല്ല, നിന്റെ ഹിതം നിറവേറട്ടെ. പിന്നീട് എന്താ സംഭവിക്കുന്നത്? ദൈവപിതാവിൻ്റെ ഹിതം എന്തായിരുന്നു?
ദൈവപിതാവിൻ്റെ ഹിതം ഈശോയ്ക്ക് ജീവൻ കൊടുക്കണമെന്നല്ല, ഈശോയുടെ പ്രാണൻ സ്വീകരിക്കണമെന്നതായിരുന്നു ദൈവപിതാവിൻ്റെ ഹിതം. പക്ഷെ ആ വേദനയിൽ പിന്നീട് വചനം പറയുന്നത് പ്രകാരമാണ്, അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. സ്നേഹമുള്ള ദൈവമക്കളെ, ഈശോയുടെ ജനന സമയത്തും ഈശോയുടെ മരണസമയത്തും ഈശോയുടെ പിറവി സമയത്തും ഈശോയുടെ സഹന സമയത്തും ദൂതനെ അയക്കുന്നുണ്ട്. ഈശോ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവപിതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ സഹനത്തിൽ കൂടെ നടക്കാൻ, സഹനത്തിൽ കരം പിടിക്കാൻ, സഹനത്തിൽ ഒപ്പം നിൽക്കാൻ, സഹനത്തിൽ ആശ്വാസം നൽകാൻ ദൈവം ഒരു ദൂതനെ അയക്കുകയാണ്. ആ ദൂതൻ്റെ ഒപ്പമാണ് ഈശോ കുരിശിലെ യാഗത്തിലേക്ക് നടന്ന് വേച്ച് അങ്ങനെ പതിയെ പതിയെ കാൽവരി കയറുന്നത്. സ്നേഹമുള്ള ദൈവമക്കളെ, ഈ സമയം ആരെല്ലാം ഈ രോഗാവസ്ഥയിൽ കഴിയുന്നവർ, ആശുപത്രി കിടക്കയിൽ കഴിയുന്നവർ, ദൈവമേ ഈ അസുഖം സുഖപ്പെടണമെന്നാണ് എനിക്ക് ആഗ്രഹം, ഈ വേദന കുറയണമെന്നാണ് ആഗ്രഹം, ഈ ജോലി ലഭിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം, ഈ നൊമ്പരം എന്നിൽ നിന്ന് വിട്ടുപോകണമെന്നാണ് എനിക്ക് ആഗ്രഹം, ഈ ഒരു ബാധ എന്നിൽ നിന്ന് വിട്ടുപോകണമെന്നാണ് ആഗ്രഹം, ഈ പൈശാചിക ശക്തി എന്നിൽ നിന്ന് വിട്ടുപോകണമെന്നാണ് ആഗ്രഹം. എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് ആരൊക്കെ പ്രാർത്ഥിക്കുന്നോ സ്നേഹമുള്ള ദൈവമക്കളെ, ദൈവൻ അവർക്കരികിലേക്ക് ഒരു ദൂതനെ അയക്കുന്നുണ്ട്. ഈശോയുടെ അരികിലേക്ക് ദൂതൻ വന്നതുപോലെ ആരൊക്കെ എപ്പോഴൊക്കെ ഈ ഒരു പ്രാർത്ഥന ഉരുവിടുന്നുണ്ടോ അവരുടെ അടുക്കിലേക്കൊക്കെ ദൂതനെ അയക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറപ്പെടട്ടെ, ഭൂമിയിലും ആകണമേ എന്ന് എപ്പോഴൊക്കെ നമ്മൾ ബോധ്യത്തോടും കൂടി പ്രാർത്ഥിക്കുന്നു, അപ്പോഴൊക്കെ ഈ ദൈവം അയക്കുന്ന ദൂതൻ നമ്മളെ സമാശ്വസിപ്പിക്കുവാനായിട്ട് നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്നുണ്ടെന്നേ. അപ്പോൾ വേദനയിൽ നമുക്ക് വേണ്ടത് ഒരു ആശ്വാസകനെയല്ലേ. നമ്മൾ അസുഖം വരുമ്പോൾ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നു. അപ്പം നമ്മുടെ മനസ്സിന് വ്യഥയുണ്ടോ, ഉടനെ ഈ ഒരു പ്രാർത്ഥന ഉരുവിടണം നമ്മൾ. എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം. ദൈവമേ ഈ വേദന മാറണമെന്നാണ് എനിക്ക് ആഗ്രഹം, ഈ രോഗാവസ്ഥയ്ക്ക് വിടുതൽ വേണമെന്നാണ് എനിക്ക് ആഗ്രഹം, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് ഈ നിമിഷം തന്നെ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ അടുക്കിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ വരുന്നുണ്ട്, സ്വർഗത്തിൻ്റെ ദൂതൻ അവരുടെ അടുത്തേക്കും എത്തും. കത്തോലിക്ക സഭയുടെ പ്രബോധനമനുസരിച്ച് നല്ല മരണമെന്ന് പറയുന്നത് ദൈവവുമായുള്ള സൗഹൃദത്തിൽ മരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈശോ ദൈവത്തിൻ്റെ ദൂതനാൽ നയിക്കപ്പെട്ട് ദൈവപിതാവുമായുള്ള സൗഹൃദത്തിൽ ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ വിരുമാറിൽ ഇല്ലാതെ ചേരുന്നത് പോലെ, ഒരപ്പൻ്റെ ചങ്കോട് ചേർന്ന് കിടക്കുന്നത് പോലെ കുരിശിൻ്റെ മാറിൽ ഈശോ കിടന്ന്, പിതാവേ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ശാന്തമായി ഒരു കുഞ്ഞ് നിദ്രയിലേക്ക് പതിയെ 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 പോകുന്നത് പോലെ ഈശോ അങ്ങനെ സ്വസ്ഥമായി മരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇതാണ് നല്ല മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈശോയുടെ മരണം നല്ല മരണമായിരുന്നു. ഈശോയുടെ മരണം നല്ല മരണമായിരുന്നു. അതുപോലെ തന്നെ ഈശോയ്ക്ക് വേണ്ടി ആരൊക്കെ മരിക്കുന്നുണ്ടോ അവരുടെ മരണങ്ങളെല്ലാം നല്ല മരണമാണ്. പോളിക്കാർപ്പ്, വിശുദ്ധനായ പോളിക്കാർപ്പ്, 86 വയസ്സുണ്ട്. അദ്ദേഹത്തെ ശത്രുക്കൾ പിടിച്ചിട്ട് പറയുകയാണ്, ഈ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം അല്ലയോ പിതാവേ, നീ ഉപേക്ഷിച്ചാൽ നിനക്ക് പ്രാണൻ തിരിച്ചു നൽകാം. എരിയുന്ന അഗ്നിയാണ് അവിടെ. പോളിക്കാർപ്പ് പിതാവ് പ്രകാരം പറയുകയാണ്, ഞാൻ 86 വർഷം എന്നെ കാത്തു പരിപാലിച്ച കർത്താവിനെ ധിക്കരിക്കുകയോ അതിലും ഭേദം എനിക്ക് മരിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട്, ദൈവമേ നിന്റെ കരങ്ങളിൽ ഞാൻ എന്നെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് ഈ അഗ്നിയിലേക്ക് എറിയപ്പെടുമ്പോൾ ഒരു ആവിയായി ഇവൻ്റെ ദേഹം വെന്തുരുകുമ്പോഴും അദ്ദേഹം ആ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സാധിച്ചത്? എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം ദൂതനെ അയച്ചു. മരണഭീതിയുള്ളവർ, രോഗക്കിടക്കിലായിരിക്കുന്നവർ, ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നവർ ഈ ഒരു പ്രാർത്ഥന ഉരുവിടണം, എൻ്റെ ഹിതമല്ല. അപ്പോൾ ദൈവം കൂടെ നമ്മോടൊപ്പം ഒരാളെ അയക്കും. അതുകൊണ്ടല്ലേ ഈശോ മറിയം ഔസേപ്പെ എൻ്റെ ആത്മാവിന് കൂട്ടായിക്കണമെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ആത്മാവിന് കൂട്ടായിട്ട് ഔസേപ്പിതാവ് വരും, ദൂതനെ അയക്കും, മാതാവ് വരും. അപ്പോൾ ഇവരൊക്കെ ഒരുപാട് പേര് ചുറ്റുണ്ട്. ഇനി ഈ ഒരു ചിന്തയോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട പ്രകാരമാണ്, ഒരുപാട് പേർക്കൊരു ചിന്തയുണ്ട്, അപകട മരണം നല്ല മരണമാണോ അല്ലയോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന്
ഒക്കെ ചിലർ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടായിരിക്കും. അപകട മരണം നല്ല മരണമല്ല അച്ഛാ, ദുർമരണം നടന്നു, പ്രാർത്ഥിക്കണം അച്ഛാ, വീട്ടിൽ വരണമെന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ഈ ആത്മഹത്യ നടന്ന ഭവനങ്ങൾ, പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രങ്ങളൊക്കെ ഒത്തിരി പേരെ കുറ്റബോധത്തോടെ ചിലരെങ്കിലും വസിക്കുന്നവരുണ്ട്, താമസിക്കുന്നുണ്ട്. സ്നേഹമുള്ളവർ, അങ്ങനെയുള്ളവർ ഇനി അച്ഛൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രത്യേകമായിട്ട് കേൾക്കുക. നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഒരു മരണം നല്ല മരണമാകുന്നത്. ഈശോയുടെ മരണം എങ്ങനെയാണ് നല്ല മരണമാകുന്നത് നമ്മൾ കണ്ടു. അത് നന്നായിട്ട് ഒരുങ്ങുമ്പോഴാണ്. അപ്പോൾ ചിന്തിക്കും അപകട മരണം നടന്നവർ ഒരുങ്ങിയിട്ടില്ലല്ലോ എന്നുള്ളത്. സത്യത്തിൽ ഇപ്രകാരം നിങ്ങൾ ചിന്തിക്കുക, ഒരു വ്യക്തി അന്ന് അതുകൊണ്ടല്ലേ ഒരു വ്യക്തി അന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും പറയും, യാത്രയ്ക്ക് ഇറങ്ങുന്നതിന് മുൻപ്, ഒരു ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ്, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ്, ഒരു യാത്ര ബസ്സിൽ ആരംഭിക്കുന്നതിന് മുൻപ് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദൈവവുമായിട്ട് ഐക്യപ്പെട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു വ്യക്തി ഉദാഹരണത്തിന് ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, അവൻ പള്ളിയിൽ പോയി നല്ല ഒരുക്കത്തോടുകൂടി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു, പരിശുദ്ധ കുർബാന സ്വീകരിച്ചു, ആ യാത്രയ്ക്ക് പോകുന്നതിന് പ്രാർത്ഥിച്ചു, ആ യാത്ര അവൻ്റെ പ്രാണൻ എടുക്കുന്ന യാത്രയായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ അപകട മരണം നല്ല മരണമാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരുങ്ങിയാണ് യാത്ര ചെയ്തത്. കൂടെ കൂടെ കുമ്പസാരിക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, കൂടെ മനസ്താപരണം ചൊല്ലി തൻ്റെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അപകട മരണങ്ങളും നല്ല മരണമാണ്. നമുക്കറിയാം ആത്മഹത്യ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? പ്രാണൻ നൽകിയവനാണ് പ്രാണൻ എടുക്കുവാൻ അനുവാദമുള്ളൂ. എങ്കിലും നമ്മൾ പറയുന്നു ആത്മഹത്യ ചെയ്യുന്ന വ്യക്തിക്ക്, നമുക്കറിയാം ഒരു പാപം പരിപൂർണമായിട്ട് മാരകപാപമാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായ അറിവോടെ ചെയ്യണം. തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് പൂർണ്ണമായ അറിവുണ്ട്. രണ്ടാമത്തെ പറയുന്നത് എന്തുകൊണ്ടാണ്? പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടെ ചെയ്യണം. പക്ഷെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്നേഹമുള്ള ദൈവമക്കളെ, ഒരു പ്രത്യേക മനോനില വരുമ്പം ഈ ഒരു മാനസിക വിഭ്രാന്തിയിൽ നല്ലതേത് തിന്മയേതെന്ന് തിരിച്ചറിയുവാനുള്ള, ഈ പ്രാണൻ ദൈവം നൽകിയ തിരിച്ചറിയാനുള്ള കഴിവ് വ്യക്തികൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഈ വ്യക്തി ചിലപ്പോൾ തലേദിവസം വരെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതായിരിക്കാം, കുർബാന സ്വീകരിച്ചായിരിക്കാം, സത്യവിശ്വാസം ജീവിച്ചിരിക്കാം. ഒരു ക്ഷണം മാത്രം പിശാചിൻ്റെ പ്രലോഭനത്തിൽപ്പെട്ട് ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് ഈ വ്യക്തി ആത്മഹത്യക്ക് ഒരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ആത്മഹത്യ മൂലം മരണപ്പെട്ട വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള വ്യക്തികളെ കർത്താവിന് കരുണയ്ക്ക് നമ്മളെ ബലമേൽപ്പിച്ച് പ്രാർത്ഥിക്കണം. അവർക്ക് നിത്യനരകമാണോ അതല്ല ശുദ്ധീകരണ സ്ഥലമാണോ സ്വർഗമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ദൈവപിതാവാണ്. അവരെ നമ്മൾ ദൈവ കരുണയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ആ സംശയം തീർന്നുവെന്ന് അച്ഛൻ കരുതുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ള ദൈവമക്കളെ, ദൈവവുമായി ഐക്യത്തിൽ മരണപ്പെടുന്നവരെല്ലാവരും നല്ല മരണമാണ്. അങ്ങനെയെങ്കിൽ ഒരു കട്ടിലിൽ കിടന്നൊരു വ്യക്തി, രോഗക്കിടക്കയിൽ കിടന്നൊരു വ്യക്തി ഒട്ടും ഒരുക്കമില്ലാതെ മരിച്ചു, ദൈവത്തെ പിറുപിറുത്തുകൊണ്ട് മരിച്ചു, അല്ലെങ്കിൽ രോഗിലേപനം കൊടുക്കാനായിട്ട് വൈദികൻ്റെ വന്നപ്പോൾ എനിക്ക് രോഗിലേപനം വേണ്ട, എനിക്ക് കുമ്പസാരം വേണ്ട, ഞാൻ നല്ല കുമ്പസാരം നടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വ്യക്തി കിടക്കയിൽ കിടന്ന് മരിച്ചാൽ അതിലും വലിയ ദുർമരണം ഈ ലോകത്ത് നടക്കാനില്ല. ഒരുക്കമില്ലാതെ ഒരു വ്യക്തി ആശുപത്രി കിടക്കയിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ അതിലും വലിയൊരു ദുർമരണം നടക്കാനില്ലെന്നേ. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ഒരുക്കമില്ലാതെ ബോധ്യമില്ലാതെ ചുമ്മാ പോയി പരിശുദ്ധ കുർബാന സ്വീകരിച്ചു, ഒരു ഒരുക്കമില്ല, അങ്ങനെ ആ പോകുന്ന യാത്രയും മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതും ദുർമരണമാണ്. എന്തുകൊണ്ടാണ്? യൂദാസിൻ്റെ കഥ നമുക്കറിയാമല്ലോ. യൂദാസ് കർത്താവ് സ്ഥാപിച്ച പരിശുദ്ധ കുർബാനയിൽ ആദ്യം അർപ്പിക്കപ്പെട്ട ബലിയിൽ ആ കുർബാന സ്വീകരിച്ചുകൊണ്ട് സ്ഥാപിച്ച അന്ന് തന്നെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. പക്ഷെ അവനിൽ നിറഞ്ഞതാരാ? പിശാചാണ്. ഒരുങ്ങിയില്ല അവൻ. അങ്ങനെ പോയി മരണപ്പെട്ട വ്യക്തി പിന്നെ പാപം ചെയ്ത് ഒരു ദുർമരണത്തിന്, അവനെക്കുറിച്ച് പിന്നീട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, രക്ഷയില്ല എന്ന് പറയുന്നുണ്ട് വചനം. സ്നേഹമുള്ള ദൈവമക്കളെ, അപ്പോൾ നല്ല മരണം എന്താണ്? ഒരുക്കത്തോടെയുള്ള മരണം എന്താണ്? അപകട മരണം എങ്ങനെയാണ്? നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമ്മൾ ഈ സമയം കണ്ടുപോയി. അങ്ങനെയെങ്കിൽ കുരിശിലെ കള്ളന്മാർ, നമ്മൾ അവരവിടെ വെച്ചിരിക്കുകയായിരുന്നു. കുരിശിലെ കള്ളന്മാരുടെ മരണം നല്ല മരണമായിരുന്നു. നമുക്കറിയാം കാൽവരി കുരിശിൽ ഒരേ സമയം 3 പേരാണ് തറയ്ക്കപ്പെടുന്നത് ഒരേ സമയത്ത്. ക്രിസ്തുവിൻ്റെ മരണം നല്ല മരണമായിരുന്നു, നമ്മൾ കണ്ടു. ഇനി ഒരു കള്ളനെ നമ്മൾ നല്ല കള്ളൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരുങ്ങി മരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ ആശയം തന്നെ. ആ കള്ളന് മനസ്സിലായി എൻ്റെ അടുത്തിരിക്കുന്നത് ദൈവപുത്രനാണ്, ഇതാ ഇവൻ കുരിശിൽ കിടന്നുകൊണ്ട് ക്ഷമിക്കുന്നു, പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, അവരോട് പൊറുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അത് കേട്ടപ്പോൾ ദിസ്മാസ് എന്ന് പറയുന്ന കള്ളന് ഒരു സുബോധമുണ്ടായി, ഇത് സാക്ഷാൽ ദൈവപുത്രനാണ്. ഉടനെ അവന് പാപബോധം വന്നു, പശ്ചാത്താപം വന്നു. അവൻ ഉറക്കെ കുമ്പസാരിക്കുകയാണ്, ദൈവമേ, ദൈവപുത്ര, ഞാൻ പാപിയാണ്, എന്നോട് പൊറുക്കണമേ, നീ ഇന്ന് സ്വന്തമാക്കുന്ന പറുദീസയിലേക്ക് എന്നെ കൂടെ കൊണ്ടുപോകുമോ? അത് മരണത്തിനുള്ള ഒരുക്കമാണ്.
അപ്പോൾ ഈശോ പറഞ്ഞ വചനം എന്താ? ഈശോ പറഞ്ഞ വാക്കെന്താ? മറുപടി എന്താ? നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. അപ്പോൾ വലതുവശത്ത് കിടന്ന കള്ളൻ്റെ മരണം നല്ല മരണം. ഇടതുവശത്ത് കിടന്നവനോ? ഞാനും ഇവനും നിങ്ങളുമൊക്കെ ഒരേ കുറ്റത്താൽ ശിക്ഷിക്കപ്പെട്ടവരല്ലേ? നീ അവരോട് പ്രാർത്ഥിക്കാനായിട്ട് പഴിചാരി മരിച്ചു. മനസ്സിൽ നിറയെ വെറുപ്പ്, വിദ്വേഷം, പക, കോപം, വൈരാഗ്യം, ദൈവനിഷേധം, പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപങ്ങൾ. അവസാന നിമിഷം വരെ എനിക്ക് രക്ഷയില്ല, രക്ഷകനെ കണ്ടെത്തിയിട്ടും രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തി നിത്യനരകത്തിലേക്ക് എറിയപ്പെടുന്നു. ഒരേ സമയത്ത് 3 കുരിശുമരണങ്ങൾ നടക്കുന്നു. 2 പേര് രക്ഷപ്പെടുന്നു, ഒരാൾ ശിക്ഷിക്കപ്പെടുന്നു. അപ്പോൾ കള്ളന്മാരുടെ ആ സംഭവം നമുക്ക് മനസ്സിലായി. രണ്ടാമതായി സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കുന്നത് പ്രകാരമാണ്, എപ്പോഴാണ് നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങേണ്ടത്? ചിലരൊക്കെ ചിന്തിക്കുക, എനിക്കിപ്പോൾ 10 വയസ്സിലായിട്ടുള്ളൂ, 40 വയസ്സായിട്ടുള്ളൂ, ഇനിയും കാലങ്ങളുണ്ട്, അപ്പോൾ ഇനി ഒരുങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. സ്നേഹമുള്ള ദൈവമക്കളെ, മരണം എപ്പോഴാണ് സംഭവിക്കുന്നത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആ ടൈം ഇതൊക്കെ കലണ്ടറിൽ കുറിച്ചിടാൻ പറ്റും. വിശുദ്ധർ ചിലവർ അങ്ങനെ ചെയ്തിട്ടുണ്ട്, നമുക്കറിയില്ല. എപ്പോൾ വേണമെങ്കിലും വരാം. ഈ പോകുന്ന പോലെ ചിലപ്പോൾ നമുക്കറിയാം, ധ്യാന പ്രസംഗങ്ങളൊക്കെ നിന്ന നിപ്പിൽ വീണവരുണ്ട്, ഈ പോകുന്ന പോക്കിൽ വരാം. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് പ്രകാരമാണ്, ഈ സമയം അറിയാത്തത് കൊണ്ട് എല്ലാ ദിവസവും മരണത്തിന് വേണ്ടി ഒരുങ്ങണം അത്രേ. എല്ലാ ദിവസവും മരണത്തിന് വേണ്ടി ഒരുങ്ങണം. എന്തെന്നാൽ മരണം എപ്പോൾ സംഭവിക്കുന്നു ആർക്കും അറിയില്ല. വെളിപാട് 16:15 വചനം ഇപ്രകാരം പറയുന്നു, ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു. കള്ളൻ ആരെങ്കിലും പറഞ്ഞിട്ടാണ് വരിക? അല്ലല്ലോ. നഗ്നനായി മറ്റുള്ളവരുടെ മുൻപിൽ ലജ്ജിതനായി തീരാതെ വസ്ത്രം ധരിച്ചുണർന്നിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതായത് ഒരുക്കത്തോടെ ഇരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ നല്ല മരണത്തിന് വേണ്ടി എന്നും ഒരുങ്ങണം. അതിനുള്ള ഉപാധികൾ എന്തൊക്കെയാണ്? സാധിക്കുമെങ്കിൽ സ്നേഹമുള്ള ദൈവമക്കളെ, ആഴ്ചയിൽ അല്ലെങ്കിൽ എപ്പോഴൊക്കെ മാരഭാവം ചെയ്തിട്ടുണ്ടോ അത് ഓർത്തെടുത്ത് കുമ്പസാരിക്കുക. സുബോധത്തോടുകൂടി ചെയ്യുന്ന ഏത് പാപവും മാരകപാപമാണ് കേട്ടോ. നമ്മൾ കൊലപാതകം അങ്ങനെയുള്ള പാപങ്ങൾ മാത്രമല്ല, സുബോധത്തോടെ ചെയ്യുന്ന ഏത് പാപവും, പൂർണ്ണമായ അറിവോടെ ഞാൻ മോഷ്ടിച്ചു കഴിഞ്ഞാൽ അതും മാരകപാപമാണ്. അപ്പോൾ സുബോധത്തോടെ നിങ്ങൾ കുമ്പസാരിക്കുക. സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. വിശുദ്ധർ പോലും ആഴ്ചയിലൊന്നും കൂടെ കുമ്പസാരിച്ചെന്ന് പറയേണ്ട അർത്ഥം അതാണ്. അതുപോലെ തന്നെ പുണ്യപ്രവൃത്തികൾ ചെയ്യുക, സത്കർമ്മങ്ങൾ ചെയ്യുക, നോമ്പ് നോക്കുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതോടൊപ്പം നല്ല മരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ചൊല്ലുക. അതിനൊരു പ്രാർത്ഥന ഇന്ന ദിവസം തുടർന്നുള്ള ആരാധനയിൽ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കും. 10-ാം പിയൂസ് പാപ്പ ചൊല്ലിയ പ്രാർത്ഥന പ്രകാരമാണ്, നിത്യപിതാവേ, അവിടുന്ന് എനിക്ക് നൽകുന്ന മരണത്തെയും അതിൻ്റെ എല്ലാ വേദനകളെയും സഹനത്തെയും സന്തോഷവും സമർപ്പിതവുമായ ഹൃദയത്തോടെ ഇന്ന് മുതൽ ഞാൻ സ്വീകരിക്കുന്നു. നമ്മൾ തുടർന്നുള്ള ആരാധനയുടെ സമയത്ത് അത് ചൊല്ലി പ്രാർത്ഥിക്കും. ഇതോടൊപ്പം തന്നെ സ്നേഹമുള്ള ദൈവമക്കളെ, നിങ്ങളുടെ ഭവനങ്ങളിൽ ആരെങ്കിലും രോഗികളായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് മരണത്തിന് വേണ്ടി ഒരുക്കണം. ഇതൊരു സന്തോഷകരമായ കാര്യമാണ്. ദൈവത്തിൻ്റെ അടുക്കിലേക്കല്ലേ യാത്ര ചെയ്യുന്നത്. മരിച്ച വ്യക്തി മറ്റെവിടേക്കുമല്ലല്ലോ പോകുന്നത്, ദൈവത്തിൻ്റെ അടുക്കിലേക്കല്ലേ പോകുന്നത്. അപ്പം ആ വ്യക്തികളെ നന്നായിട്ട് ഒരുക്കാനായിട്ട് സാധിക്കണം. രോഗിലേപനം സുബോധത്തോടുള്ളപ്പോൾ അവർ ഒരുക്കി കൊടുക്കണം. രോഗിലേപനം കൊടുക്കണം. അത് സഭയുടെ കൂദാശയാണ്. കൂദാശയോട് ദൈവിക വരപ്രസാദം അവർക്ക് ലഭിക്കും. അവർക്ക് കൊടുത്ത് അവരെ അതിനുവേണ്ടി ഒരുക്കാനായിട്ട് സാധിക്കണം. നന്നായിട്ട് കുമ്പസാരിക്കുവാനായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അവരതിനുവേണ്ടി ഒരുക്കണം. പിന്നെ വചനമൊക്കെ അവരോടൊപ്പം ആയിരിക്കുമ്പോൾ നല്ല ബൈബിൾ വചനങ്ങളൊക്കെ വായിച്ച്, സങ്കീർത്തനങ്ങളൊക്കെ വായിച്ച് അവരുടെ ദൈവിക അരൂപിയാൽ നിറയ്ക്കണം. നല്ല ഭക്തിഗാനങ്ങളൊക്കെ കേൾപ്പിക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ദൈവകരുണയ്ക്ക് വേണ്ടി കിടക്കയിലുള്ളവരുടെ അരികിൽ കിടന്നുകൊണ്ട് ദൈവകരുണയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മളും അങ്ങനെ തന്നെയാണ്. ഒരു ബസ്സിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ദൈവകരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, ഈശോയുടെ തിരുരക്തത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലുക. ഇങ്ങനെ ഈശോയുടെ രക്തം കൊണ്ട് നമ്മൾ അഭിഷേകം പൊതിയപ്പെട്ട് കഴിയുമ്പോൾ ഏത് നിമിഷം മരിച്ചാലും ദാറ്റ് വിൽ ബി എൻ എക്സലൻ്റ് ഡെത്ത്, നല്ല മരണമായിരിക്കും. ഇനി ഇതോടൊപ്പം ചേർത്ത്, ഇത് ആധ്യാത്മികമായ കാര്യമല്ലെങ്കിലും ഭൗതികമായ ഒരു കാര്യമാണ്, ഞാൻ പറഞ്ഞു പോവുകയാണ് സ്നേഹമുള്ള ദൈവമക്കളെ. പ്രത്യേകിച്ച് വയോവൃദ്ധർ, പ്രായമായവർ, ഇനി അധികം ആയുസ്സില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളവരൊക്കെ നിങ്ങളുടെ മരണപത്രം ഒന്ന് തയ്യാറാക്കുക നല്ലതാണ്. നിങ്ങളുടെ സ്വത്തൊക്കെ ഒന്ന് ഭാഗം വെച്ച് നൽകുക. കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുക. കടങ്ങളുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു വീട്ടുക. ആരെങ്കിലും പണം തരാനുണ്ടെങ്കിൽ അത് എഴുതി വെച്ച് മക്കളെയൊക്കെ ഒന്ന് ഏൽപ്പിക്കുക. അപ്പോൾ സ്വതന്ത്രമായിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് നിത്യതയിലേക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും.
ഈ ഒരു സത്യം നമ്മുടെ മനസ്സിലങ്ങ് പതിയണം. ഈ ഒരു സത്യം നമ്മുടെ മനസ്സിൽ പതിയണം. സ്നേഹമുള്ളവരെ, നമ്മൾ തുടർന്നുള്ള ഏതാനും നിമിഷങ്ങൾ ഈ ഒരു തത്വങ്ങൾ, ഈ ഒരു ആശയങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ച് ധ്യാനിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, നമുക്ക് ഇഷ്ടമുണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ നിത്യതയിലേക്ക് യാത്ര ചെയ്യാനുള്ളവരാണ്. നല്ല മരണം എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചത് ഈശോയാണ്. ജീവിതം കൊണ്ട് നമ്മെ നല്ല മരണം എന്താണെന്ന് പഠിപ്പിച്ചതാണ് ഈശോ. പിതാവിൻ്റെ സന്നിധിയിലേക്ക് നിത്യത പുലുകുവാനായിട്ട് ഞാൻ യാത്രയാകേണ്ട സമയമായി എന്ന് ഈശോ അറിഞ്ഞപ്പോൾ ഈശോ ചെയ്ത ആദ്യത്തെ പ്രവൃത്തി എന്താ? യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം വചനം തുടങ്ങുന്ന പ്രകാരമാണ്, ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാകുവാൻ സമയമായി എന്നറിഞ്ഞപ്പോൾ ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് പെസഹ ഭക്ഷിച്ചു, പെസഹായ്ക്ക് ഒരുക്കി. ഓരോ ഭക്ഷണവും മരണത്തിലേക്കുള്ള യാത്രയാകട്ടെ, നിത്യതയിലേക്കുള്ള യാത്രയാകട്ടെ. നമ്മുടെ ഈ ഭൂമിയിൽ സ്വന്തമായിട്ട് നമുക്കുള്ളത് ഈശോ മാത്രമേ ഉള്ളൂ. ചേർത്ത് വെച്ച സമ്പാദ്യം, ചേർത്ത് വെക്കുന്നതെല്ലാം, നമ്മളിട്ടിരിക്കുന്ന വസ്ത്രം പോലും ഉപേക്ഷിക്കേണ്ടവരാണ് സ്നേഹമുള്ള ദൈവമക്കളെ. ആയിരിക്കുന്ന അവസ്ഥയിൽ ഒന്നെല്ലാവരും ഒന്ന് മുട്ടുകുത്തുകയോ കരങ്ങൾ കൂപ്പുകയോ ഒന്നും മിഴികളടച്ചൻ. വളരെ മനോഹരമായ ഒരു ഗാനത്തിൻ്റെ ഈരുകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ അഭിഷേകം ഈ ഗാനത്തിൻ്റെ ഈരടികൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ ജീവിതം ഈ ലോകത്തിനപ്പുറത്തേക്ക്, മരണത്തിനപ്പുറത്തേക്കുള്ള യാത്രയാണ് മനുഷ്യ ജീവിതം. മരണത്തിനപ്പുറത്തേക്കുള്ളൊരു യാത്രയാണ് മനുഷ്യ ജീവിതം. ഇതുകൊണ്ട് അവസാനിക്കുന്നതല്ല. ഇതിനപ്പുറത്താണ് യഥാർത്ഥമായ സ്വർഗീയ പ്രകാശമുള്ളത്. ഈശോ പ്രഭാപൂർണനായി മേഘ അടലുകളിലൂടെ ദേവദൂതന്മാരുടെ അകമ്പടിയോടെ, മാലാഖമാരുടെ അകമ്പടിയോടെ വരുന്ന ആ സ്വർഗീയ സൗഭാഗ്യമുള്ളതിനപ്പുറത്താണ്. മരണത്തിൽ ഒതുങ്ങേണ്ടതല്ല നമ്മുടെ ജീവിതം. നമുക്ക് ഒന്ന് മിഴികളടച്ച്, ദൈവമേ ഇന്ന് ഞാൻ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന അച്ഛനൊന്ന് ചൊല്ലുകയാണെന്ന് ഹൃദയത്തിൽ നിങ്ങൾ ഏറ്റുചൊല്ലുക. 10-ാം പിയൂസ് പാപ്പയുടെ പ്രാർത്ഥന ഹൃദയത്തിലൊന്ന് ഏറ്റുചൊല്ലുക. നിത്യപിതാവേ, അവിടുന്ന് എനിക്ക് നൽകുന്ന മരണത്തെയും അതിൻ്റെ എല്ലാ വേദനകളെയും സഹനത്തെയും സന്തോഷവും സമർപ്പിതവുമായ ഹൃദയത്തോടെ ഇന്നു മുതൽ ഞാൻ സ്വീകരിക്കുന്നു. നിത്യതയിലേക്കുള്ള യാത്രയിൽ നമുക്കൊന്ന് കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ഭവനങ്ങളിൽ മരണപ്പെട്ടു പോയവരെയൊക്കെ നമുക്ക് ഈശോയ്ക്ക് ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, എൻ്റെ മരണത്തിന് വേണ്ടി ഈ നിമിഷം ഒന്ന് ഒരുങ്ങിയാലോ? നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകൾ വരുമല്ലേ? ഇതാ ഞാനാണ് മരിച്ച് ഈ മഞ്ചയിൽ കിടക്കുന്നത്. ഇത് ഞാനാണ്. എന്നെ കാണാനായിട്ട് ഒരുപാട് പേര് വന്നിരിക്കുന്നു. ഞാൻ എങ്ങോട്ടോ യാത്ര ചെയ്യുകയാണ്. എങ്ങോട്ടാണത്? ധ്യാനിക്കാം. നിത്യതേ നിന്നെ പുൽകാ, നിത്യതേ നിന്നെ പുൽകാ, നശ്വരത കൈവെടിയാ ഞാൻ പോയിടുന്നു എൻ്റെ ദൈവത്തിൻ്റെ തിരുക്കൈകളിൽ മുത്തമിടാ. ഞാൻ പോയിടുന്നു എൻ്റെ ദൈവത്തിൻ്റെ തിരുക്കൈകളിൽ മുത്തമിടാ. നിത്യതേ നിന്നെ പുൽകാ. ഒരുപാട് പേർ നമ്മുടെ ചലനമറ്റ ശരീരത്തിനരികെ വന്നെത്തും. നമ്മുടെ ബന്ധുമിത്രാദികൾ, കൂടപ്പിറപ്പുകൾ, നാം ഏറ്റവും സ്നേഹിച്ച വ്യക്തികളൊക്കെ നമ്മുടെ അരികിൽ വന്നെത്തും. അവരെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് പോകണം. ആരും എനിക്ക് കൂട്ടില്ല. ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യേണ്ടത്. ഈശോയെ, ഈ ജീവിതം
നിന്നെ മഹത്വപ്പെടുത്താനുള്ളതാണ്. ഭൂമിയും ഈ ബന്ധങ്ങളും ക്ഷണഭംഗുരമല്ലോ. ഈ ഭൂമിയും ഈ ബന്ധങ്ങളും ക്ഷണഭംഗുരമല്ലോ. ശാശ്വതമായതൊന്നു മാത്രം, അതു ദൈവത്തിൻ നിത്യരാജ്യം. ശാശ്വതമായതൊന്നു മാത്രം, അതു ദൈവത്തിൻ നിത്യരാജ്യം. നിത്യതേ നിന്നെ പുൽകാൻ, നശ്വരത കൈവെടിയാൻ ഞാൻ പോയിടുന്നു എൻ്റെ ദൈവത്തിൻ്റെ തിരുകൈകളിൽ മുത്തമിടാൻ. കർത്താവിന് പരിപൂർണമായി നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. യേശുവേ ഇഹത്തിലും പരത്തിലും എനിക്ക് തുണയായവനെ ആരാധന. പിതാവിന്റെ സന്നിധിയിൽ എനിക്ക് വാസമൊരുക്കുന്നവനെ നിത്യരാജ്യം. ശാശ്വതമായതൊന്നു മാത്രം, അതു ദൈവത്തിൻ നിത്യരാജ്യം. അതു ദൈവത്തിൻ നിത്യരാജ്യം. യേശുവേ, ഞങ്ങളെ ഇത്രയധികമായി സ്നേഹിക്കുന്നവനെ, നല്ല മരണത്തിന് എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന് കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ഞങ്ങളെ ഉദ്ബോധിപ്പിച്ചവനെ, സമയമായി എന്നറിഞ്ഞപ്പോൾ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചവനെ, ശിഷ്യന്മാരോടൊപ്പം അന്ത്യത്താഴം കഴിച്ചവനെ, അത്താഴം കഴിച്ചുകൊണ്ട് അത്താഴ വിരുന്നിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്നവനെ, ഗത്സമൻ തോട്ടത്തിൽ രക്തത്തുള്ളികൾ നിലത്ത് വീഴുന്ന രീതിയിൽ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായിട്ട് മാറി പിതാവിനോട് പ്രാർത്ഥിച്ച് നല്ല മരണത്തിന് വേണ്ടി ഞങ്ങളെ ഒരുക്കിയവനെ, ഈ ലോകം വിട്ടുപോകേണ്ട ഞങ്ങൾ പിതാവിൻ്റെ കരങ്ങളിലാണ് ഞങ്ങളുടെ പ്രാണനെ അർപ്പിക്കുന്നതെന്ന് പഠിപ്പിച്ചവനെ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്നേഹമുള്ള മക്കളെ, ഈ നിമിഷം നമ്മൾ മരണഭീതിയുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആശുപത്രിയിൽ കഴിയുന്നവർ, പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, കുടുംബത്തിൽ ചിലരെങ്കിലും ഈ അപകട മരണം മൂലമൊക്കെ എൻ്റെ കൂടപ്പുറപ്പ് പോയല്ലോ എന്നൊരു ദുഃഖിച്ച് കഴിയുന്നവരുണ്ടല്ലോ. ഇന്ന് അതിനുള്ളൊരു അർത്ഥം നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇങ്ങനെ ആരെങ്കിലും ഒരുക്കമില്ലാതെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദൈവ കരുണയ്ക്ക് വേണ്ടി നമ്മൾ അവരെ സമർപ്പിക്കുകയാണ്.
ദൈവകരുണയ്ക്ക് വേണ്ടി നമുക്ക് അവരെ സമർപ്പിക്കാം. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ കരുണയല്ലേ ഏറ്റവും വലിയത്. കർത്താവ് അവരെ തൊടും, ആശ്വസിപ്പിക്കും, നമുക്ക് വിശ്വസിക്കാം. എന്തെന്നാൽ കർത്താവ് ആരെയും നരകത്തിലേക്ക് പറഞ്ഞയക്കുന്ന വ്യക്തിയല്ല. എല്ലാവരുടെയും രക്ഷയാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമ്മൾ ഈ നിമിഷം ആശുപത്രിയിലായിരിക്കുന്നവരൊക്കെ നമുക്ക് ഓർക്കാം, മരണക്കിടക്കിലായിരിക്കുന്നവർ നമുക്ക് ഓർക്കാം, യാത്ര ചെയ്യുന്നവരെ നമുക്ക് ഓർക്കാം, യുദ്ധഭൂമിയിൽ പോയിരിക്കുന്നവർ നമുക്ക് ഓർക്കാം, കാരാഗൃഹത്തിലായിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം, തെറ്റിന് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വീട് വിട്ട് ഇന്ന് ഇറങ്ങിയിട്ടുള്ളവർ നമുക്ക് ഓർക്കാം. കർത്താവിൻ്റെ ദൂതനെ അവരുടെ അടുക്കിലേക്ക് ദൈവം പറഞ്ഞയക്കട്ടെ. ദൈവത്തിൻ്റെ ദൂതൻ അവരെ സമാശ്വസിപ്പിച്ചു, ദൈവപുത്രനെ സമാശ്വസിപ്പിച്ചതുപോലെ അവർക്ക് വഴികാട്ടിയും വിളക്കുമാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നല്ല മരണത്തിന് ഒരുക്കമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളിന്ന് ശ്രവിക്കേണ്ട. ദൈവമേ, വചനം വായിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, കുമ്പസാരിക്കുവാൻ, പരിശുദ്ധ കുർബാനയിൽ ഭക്തിയോടും ആദരവോടും ദൈവഭക്തിയോടൊക്കെ കൂടെ പങ്കെടുക്കുവാൻ, സ്നേഹത്തോടെ പങ്കെടുക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ചൊല്ലിത്തരുന്ന ഈ പ്രാർത്ഥന, പ്രത്യേകിച്ച് നല്ല മരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, 10 പിയൂസ് പാപ്പ ചൊല്ലിയ പ്രാർത്ഥന, നമുക്കൊന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരെല്ലാവരും ഈ നിമിഷം അധരം തുറന്ന്, നിങ്ങൾക്ക് വീട്ടിലാണെന്നുണ്ടെങ്കിൽ അധരം തുറന്ന് ഒന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക. ഇതൊന്ന് ബൈഹാർട്ട് ചെയ്ത് മനഃപ്പാഠമാക്കി വല്ലപ്പോഴും ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഏറെ ഉചിതമാണെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആരാധനയുടെ നിറവിൽ ദൈവത്തിൻ്റെ പുത്രൻ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിരിക്കുന്ന സമയത്ത്, സ്വർഗം നമുക്ക് മുമ്പിൽ എഴുന്നള്ളിരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്ന് ചേർന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക. നിത്യപിതാവേ, നിത്യപിതാവേ, അവിടുന്ന് എനിക്ക് നൽകുന്ന മരണത്തെയും അതിന്റെ എല്ലാ വേദനകളെയും സഹനത്തെയും സന്തോഷവും സമർപ്പിതവുമായ ഹൃദയത്തോടെ ഇന്നു മുതൽ ഈ നിമിഷം മുതൽ ഞാൻ സ്വീകരിക്കുന്നു. നിത്യപിതാവേ, അവിടുന്ന് എനിക്ക് നൽകുന്ന മരണത്തെയും അതിന്റെ എല്ലാ വേദനകളെയും സഹനത്തെയും സന്തോഷവും സമർപ്പിതവുമായ ഹൃദയത്തോടെ ഇന്നു മുതൽ ഞാൻ സ്വീകരിക്കുന്നു. കരങ്ങൾ കൂപ്പി നമുക്ക് ഒരു നിമിഷം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, സ്നേഹമുള്ള ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ പ്രാർത്ഥിച്ചതുപോലെ തന്നെ മരണഭീതിയുള്ളവർ, വിട്ടുകൊടുക്കാനായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്കാണ് സമർപ്പിക്കപ്പെടുന്നത്, വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, ജീവനെ അത്യധികമായിട്ട് സ്നേഹിക്കുന്നു, പെട്ടെന്ന് ഒരു രോഗാവസ്ഥയിൽ കഴിയുന്നവർ, പ്രത്യേകിച്ച് കുഞ്ഞു മക്കളൊക്കെ മരിച്ചു പോയിട്ടുള്ളവർ, അകാലത്തിൽ ഇങ്ങനെ മരണം പ്രാപിച്ചിട്ട് ദുഃഖത്തിൽ കഴിയുന്നവർ, ചില സുഹൃത്തുക്കളുടെ, ചില കൂടപ്പിറപ്പുകളുടെ മകളുടെയൊക്കെ മരണം മൂലം ഒറ്റപ്പെട്ട് അഗാധമായി വിഷാദ രോഗത്തിന് അടിമയായിട്ടുള്ളവരൊക്കെ നമ്മൾ കർത്താവിൻ്റെ തിരുരക്തത്തിന് നമ്മൾ സമർപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. തിരുരക്തത്തിൻ്റെ തിരുവിലാവിൽ നൽകുന്ന തിരുരക്തത്തിൻ്റെ അഭിഷേകത്തിന് പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുള്ളൂ. യോഹന്നാൻ 1:8 പ്രകാരം പറയുകയാണ്, അവൻ്റെ പുത്രൻ്റെ തിരുരക്തം സകല പാപങ്ങൾ, യേശുവിൻ്റെ തിരുരക്തം സകല പാപങ്ങളിൽ നമുക്ക് രക്ഷ നൽകുന്നെന്ന് പറയണം. യേശുവിൻ്റെ തിരുരക്തത്തിലൂടെയാണ്, സ്നേഹമുള്ളവരെ, രക്ഷ കൈവരിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, 7-8 തിരുവചനത്തിൽ പ്രകാരം പറയുന്നു, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കും. നമ്മുടെ മനസ്സിലുള്ള എല്ലാ അസ്വസ്ഥതകളും, ആകുലതകളും, വ്യാധികളും, ദുഃഖങ്ങളും ഒക്കെ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയവരുടെ മരണവുമായി ബന്ധപ്പെട്ട ദുഃഖങ്ങളെല്ലാം നമുക്ക് ഈശോയ്ക്ക് ഈ നിമിഷം സമർപ്പിച്ച് 2 വരികൾ നമ്മൾ തിരുവിലാവിൽ നിന്ന് തിരുരക്തം കൊണ്ട് അവർ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ച് സമാപന ആശീർവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് ഗായകരോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണമെന്നെ ഇന്നു പൊന്നു കർത്താവേ. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സ്നേഹിതരെ, നമ്മളുടെ കുടുംബത്തിൽ മരണം മൂലം വേർപെട്ടു പോയവരൊക്കെ നമ്മൾ സമർപ്പിച്ച് കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ ഗാനത്തിൻ്റെ ഈരടികൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോയുടെ രക്തത്തുള്ളികളായി മഴ പോലെ, മഞ്ഞ് പോലെ പെയ്തിറങ്ങട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിക്കാം. നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണമെന്നെ ഇന്നു പൊന്നു കർത്താവേ.
ഹല്ലേലൂയ